Next problem നോക്കാം. Find the Cartesian equation of the surface whose equation in cylindrical coordinates is r square plus 4z square equal to 16. Cartesian coordinates കണ്ടുപിടിക്കാനാണ്. അപ്പോൾ എക്സും വൈയും സെഡും കണ്ടുപിടിക്കണം. ഇതാണ് തന്നിട്ടുള്ളൂ. r square plus 4z square equal to 16. അപ്പോൾ നമുക്കറിയാം r square equal to x square plus y square ആണ്. അപ്പോൾ r സ്ക്വയറിൻ്റെ പ്ലേസിൽ x square plus y square കൊടുക്കുക. പ്ലസ് പിന്നെ ബാക്കിയുള്ളത് 4z square equal to 16 കിട്ടും. ത്രൂ ഔട്ട് 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇതാ ഇങ്ങനെ കിട്ടും. ഇതെന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഇത് എലിപ്സോയിഡിൻ്റെ ഇക്വേഷനാണ് കേട്ടോ. എലിപ്സോയിഡിൻ്റെ ഇക്വേഷനാണ്. ഇത് എലിപ്സോയിഡാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. അതാണ് ഇതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ. എക്സിലും വൈയിലും സെഡിലും. അടുത്തത് ഫൈൻഡ് ദ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ സർഫസ് ഹൂസ് ഇക്വേഷൻ ഇൻ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഈസ് r square cos 2 theta equal to z. ഇതാണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് r square cos 2 theta equal to z-ൽ ആറും തീറ്റയും പാടില്ല, എക്സും വൈയും സെഡും മാത്രമേ പാടുള്ളൂ. അപ്പോൾ cos 2 theta നമുക്കറിയാം cos square theta മൈനസ് sin square theta എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ അതങ്ങനെ എഴുതാം. നമുക്കറിയാം cos theta എന്ന് പറഞ്ഞാൽ x by y ആണ്. ആൻഡ് sin theta x by y അല്ല x by r ആണ് കേട്ടോ. തെറ്റി എഴുതിയിരിക്കുന്നതാണ് x by r. കാരണം x equal to r cos theta അല്ലേ, അതിൽ നിന്ന് cos theta equal to x by r. അതുപോലെ y equal to r sin theta ആണ്. അപ്പോൾ അതിൽ നിന്ന് sin theta equal to y by r. ദെൻ ഈ ഇക്വേഷൻ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കിങ്ങനെ കിട്ടും. അതിനെ ഈ ആർ സ്ക്വയർ കൊണ്ട് ത്രൂ ഔട്ട് ഇവിടെ എൽ സി എടുത്തിട്ട് ഇത് ക്യാൻസൽ ചെയ്ത് കളഞ്ഞാൽ ഇതാണ് നമുക്ക് ഇക്വേഷൻ കിട്ടുക. ഇതൊരു ഹൈപ്പർബോളിക് പരാബോളോയിഡാണ്. നമ്മൾ ഇതിൻ്റെ ഇക്വേഷനൊക്കെ സർഫസസ് പഠിച്ചപ്പോൾ പഠിച്ചതാണ്. ഓക്കെ, അടുത്തത് ഫൈൻഡ് എ കാർട്ടീഷ്യൻ ഇക്വേഷൻ ഓഫ് ദ സർഫസ് സെഡ് ഈക്വൽ ടു ആർ സ്ക്വയർ. ഒന്നുമില്ല, ആർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണെന്നറിയാം. അത് ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ എക്സിലും വൈയിലും സെഡിലും ആയി. അപ്പോൾ കാർട്ടീഷ്യൻ സിസ്റ്റത്തിലായി. അത് പരാബോളോയിഡ് ആണ് കേട്ടോ, സർക്കുലാർ പരാബോളോയിഡ്. സർഫസസ് എന്ന് പറയുന്ന ചാപ്റ്റർ നന്നായിട്ട് പഠിക്കുക, എന്നാലാണ് അത് എന്ത് ഫിഗറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. അടുത്തത് ഫൈൻഡ് ദ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഓഫ് ദ പോയിന്റ് ഹൂസ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് ഈസ് ദിസ് വൺ. അപ്പോൾ എക്സ് ഈക്വൽ ടു -5, വൈ ഈക്വൽ ടു 5 ആൻഡ് സെഡ് ഈക്വൽ ടു 2 എന്നുള്ളത് തന്നിട്ടുണ്ട്. നമുക്ക് ആറിലും തീറ്റയിലും സെഡിലും ഇത് കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ ആർ ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. അപ്പോൾ നമുക്ക് -5 ദ ഹോൾ സ്ക്വയർ പ്ലസ് 5 സ്ക്വയർ 5 റൂട്ട് 2 കിട്ടും. ഇനി നമുക്ക് തീറ്റ കണ്ടുപിടിക്കണം. തീറ്റ കണ്ടുപിടിക്കാനാണ് നമ്മളൊന്ന് ശ്രദ്ധിക്കേണ്ടത്. ആദ്യം തന്നിരിക്കുന്ന ഈ എക്സ് വൈ പോയിന്റുകൾ ഏത് ക്വാഡ്രൻറ്റിലാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാം. -5 എന്ന് പറയുമ്പോൾ അത് തേർഡ് ക്വാഡ്രൻറ്റിലാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ y by x ആണ്. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണ് എന്ന് കിട്ടി. അപ്പോൾ ടാൻ തീറ്റ ഈക്വൽ ടു 1 ആണെങ്കിൽ തീറ്റ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 1 ആണ്. ടാൻ ഇൻവേഴ്സ് 1 എന്ന് പറയുമ്പോൾ ടാൻ തീറ്റയുടെ വാല്യൂ 1 വരുന്നത് ഏതൊക്കെ വാല്യൂവിലാണെന്ന് നോക്കാം. ഒന്ന് π/4 വരും ടാൻ ഇൻവേഴ്സ് 1. ടാൻ തീറ്റയുടെ വാല്യൂ 1 വരുന്നത് π/4 വരും. π/4 എന്ന് പറയുമ്പോൾ അതെന്താ, ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് അല്ലേ. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ല നമ്മുടെ പോയിന്റ് എക്സും വൈയും കിടക്കുന്നത്, തേർഡ് ക്വാഡ്രൻറ്റിലാണ്. അതനുസരിച്ചിട്ടാണ് അപ്പോൾ ആംഗിൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ അത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിലല്ല. പിന്നെ നമുക്കറിയാം ഏത് തീറ്റയോടുകൂടി π/2 ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും പൈ ആഡ് ചെയ്തിട്ടുണ്ട് എങ്കിലും സെയിം തന്നെ നമുക്ക് കിട്ടും എന്നറിയാം. ഒരു പൈയും കൂടി ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിം തന്നെ കിട്ടും എന്നറിയാം. അപ്പോൾ π/4 കൂടി സെയിം ടാൻ തീറ്റയുടെ വാല്യൂ സെയിം തന്നെയായിരിക്കും. പൈ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ വാല്യൂവിൽ വ്യത്യാസം വരില്ല. അപ്പോൾ π/4 കൂടി ഒരു പൈ ആഡ് ചെയ്യുക. π/4 കൂടി ഒരു പൈ ആഡ് ചെയ്താൽ 5π/4 കിട്ടും. 5π/4നും ടാൻ തീറ്റയുടെ വാല്യൂ 1 തന്നെയാണ് കിട്ടുക. മാത്രമല്ല ഈ 5π/4 തേർഡ് ക്വാഡ്രൻറ്റിലാണ് താനും. അങ്ങനെയാണത് മനസ്സിലാക്കേണ്ടത് കേട്ടോ. അപ്പോൾ π/4 കിട്ടി, അതിൽ കൂടെ ഒരു പൈയും കൂടി ആഡ് ചെയ്താൽ സെയിം തന്നെയായിരിക്കും വരുന്നുണ്ടാവുക. നമുക്ക് വേണ്ടത് തേർഡ് ക്വാഡ്രൻറ്റിലായതുകൊണ്ട് തീറ്റയുടെ വാല്യൂ 5π/4 എന്ന് സെലക്ട് ചെയ്യാം. അപ്പം അങ്ങനെയാണ് നമുക്ക് തീറ്റ കിട്ടുക. അപ്പോൾ അത് ശ്രദ്ധിക്കണം, എടുക്കുമ്പോൾ ക്വാഡ്രൻറ്റ് നോക്കണം. അപ്പോൾ ആറായി തീറ്റയായി, പിന്നെ സെഡ് പിന്നെ തന്നിരിക്കുന്നത് തന്നെയാണ് ആർ തീറ്റ സെഡിന് ഇത് കൊടുക്കുക വാല്യൂ. ഓക്കെ, അടുത്തത് ഫൈൻഡ് ദ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഓഫ് ദ പരാബോളോയിഡ് ഹൂസ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസ് ദിസ് വൺ. എക്സ് വൈ സെഡിൽ തന്നിരിക്കുന്നു, നമുക്ക് ആർ തീറ്റ സെഡിലേക്ക് മാറ്റണം. അപ്പോൾ എക്സ് ഈക്വൽ ടു ആർ കോസ് തീറ്റ കൊടുക്കുക, വൈ ഈക്വൽ ടു ആർ സൈൻ തീറ്റ കൊടുക്കുക. ഇതിൽ നിന്ന് ആർ സ്ക്വയർ കോമൺ ആയിട്ട് എടുത്താൽ പിന്നെ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ വരും. അത് 1 ആയി പോവും. പിന്നെ ബാക്കി ഉണ്ടാവുക ആർ സ്ക്വയർ ഈക്വൽ ടു 4 - z. അടുത്തത് ഫൈൻഡ് ദ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ഓഫ് ദ സിലിണ്ടർ ഹൂസ് കാർട്ടീഷ്യൻ ഇക്വേഷൻ ഈസ് x square plus y square equal to 2x. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സിലേക്ക് മാറ്റണമെങ്കിൽ എക്സും വൈയും
പാടില്ല. ആറും തീറ്റയും സെഡും ആയിരിക്കണം. അപ്പോൾ എക്സ് സ്ക്വയറിന് പകരം എക്സിന് പകരം 6 കോസ് തീറ്റ കൊടുക്കുക, വൈക്ക് പകരം 6 സൈൻ തീറ്റ കൊടുക്കുക. ആ റിലേഷൻഷിപ്പ് പഠിക്കാൻ പറഞ്ഞില്ലേ ബോക്സിനകത്ത്, അതാണ് വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതാണ് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. 2r കോസ് തീറ്റ കൊടുക്കുക. ഇവിടെ ഒരു r സ്ക്വയർ ഔട്ട് സൈഡ് എടുത്താൽ കോസ് സ്ക്വയർ തീറ്റ പ്ലസ് സൈൻ സ്ക്വയർ തീറ്റ ഉള്ളത് 1 ആയി പോവും. അപ്പോൾ r ഈക്വൽ ടു 2 കോസ് തീറ്റ. r സ്ക്വയർ ഈക്വൽ ടു 2r കോസ് തീറ്റ വരും. രണ്ട് സൈഡിൽ നിന്ന് ഓരോ r ക്യാൻസൽ ചെയ്ത് കളയാം. അപ്പോൾ r ഈക്വൽ ടു 2 കോസ് തീറ്റ എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് ട്രാൻസ്ലേറ്റ് ദിസ് ഇക്വേഷൻ ഇൻ ടു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്. ഇവിടെ അതെ എക്സിനും വൈക്കും 6 കോസ് തീറ്റ എന്നുള്ളതും 6 സൈൻ തീറ്റ എന്നുള്ളതും കൊടുക്കുക. സെഡ് പിന്നെ സെഡ് തന്നെയാണ്, അതുകൊണ്ടത് പ്രശ്നമില്ല. അതിതാ ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും. എളുപ്പമാണ്, നോക്കിയാൽ മതി. അടുത്തത് ഫൈൻഡ് ദ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് ഓഫ് ദ പോയിന്റ് ഗിവൺ ബൈ ദ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് 1 0 0. നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ എക്സ് ഈക്വൽ ടു 1, വൈ ഈക്വൽ ടു 0 ആൻഡ് സെഡ് ഈക്വൽ ടു 0 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്താലാണ് 6 കിട്ടുക. റേസ് ടു 1/2 എന്നുള്ളത് റൂട്ടാണ് കേട്ടോ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ റിലേഷൻ എഴുതാട്ടോ. ഇങ്ങനത്തെ എല്ലാത്തിലും റിലേഷൻ്റെ ഫോമുല എഴുതാൻ എന്നിട്ട് പ്രോബ്ലം ചെയ്യാം. അപ്പോൾ r ഈക്വൽ ടു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ചെയ്ത് വരുമ്പോൾ നമുക്ക് റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0 ദാറ്റ് ഈസ് 1 എന്ന് കിട്ടും. അപ്പോൾ r ഈക്വൽ ടു 1 എന്ന് കിട്ടും. ഇനി ഈ എക്സ് വൈ എന്നുള്ള പോയിന്റ് ഏത് ക്വാഡ്രൻറ്റിലാണ് നോക്കുക. 1 0 എന്നുള്ള പോയിന്റാണ് വരുന്നത്. 1 0 എക്സ് ആക്സിസിൽ 1, വൈ ആക്സിസിൽ 0. ഫസ്റ്റ് ക്വാഡ്രൻറ്റിലാണ് അല്ലേ, ആക്സിസുമ്മയാണ് വരുന്നത് അല്ലേ. അപ്പോൾ നമുക്കത് ടാൻ ഇൻവേഴ്സ് വൈ ബൈ എക്സ് എടുക്കുമ്പോൾ ടാൻ ഇൻവേഴ്സ് 0/1 ദാറ്റ് ഈസ് 0 എന്ന് കിട്ടും. വൈ ആക്സിസും അല്ലേ വരേണ്ടത്, അപ്പോൾ 0 എന്ന് കിട്ടും. ടാൻ ഇൻവേഴ്സ് എക്സ് ആക്സിസും അല്ലേ വരുന്നത്, എക്സ് ആക്സിസും ആംഗിൾ 0 തന്നെയാണല്ലോ, അപ്പോൾ അത് വേഗം കിട്ടും. അപ്പോൾ 0 ആണെന്ന് കിട്ടും. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ r 1, തീറ്റ 0, സെഡ് 0. സെയിം പോയിന്റ് തന്നെ കേട്ടോ. അത് ചിലപ്പോഴൊക്കെ അങ്ങനെ വരുള്ളൂ, ഇതിൽ ആക്സിഡൻ്റലി വന്നതാണ് കേട്ടോ. അടുത്തത് ഫൈൻഡ് ആൻ ഇക്വേഷൻ ഫോർ ദ സർക്കുലാർ സിലിണ്ടർ ദിസ് വൺ ഇൻ ടു സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്. കുറേ ചെയ്തതാണ് ഇതിൻ്റെ പ്രോബ്ലം, നോക്കിയാൽ മതി കിട്ടും. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡ് ഇവിടെ പറഞ്ഞിട്ട് വേണ്ട, നിങ്ങൾ പറ്റതുപോലെ ചെയ്താൽ മതി. അടുത്തതും അതെ സിലിണ്ട്രിക്കൽ ഇക്വേഷൻ കണ്ടുപിടിക്കാനാണ്. സെയിം പ്രോബ്ലം നമ്മൾ ചെയ്തതാണ് കുറേ, അതുപോലെ തന്നെ അങ്ങോട്ട് ചെയ്താൽ മതി. അടുത്തതാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഇപ്പോൾ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം പറഞ്ഞ പോലെ തന്നെ സ്പേസിലുള്ള ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാനുള്ള വേറൊരു മെത്തേഡാണ് സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം. സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമ്മൾ സ്പേസിലുള്ള ഒരു പോയിന്റിനെ റെപ്രസെൻ്റ് ചെയ്യാനായിട്ട് റോ, ഫൈ, തീറ്റ അങ്ങനെ 3 കോർഡിനേറ്റ്സ് ആണ് യൂസ് ചെയ്യുന്നത്. റോ, ഫൈ, തീറ്റ ഓരോന്നും എന്താ നോക്കാം. റോ ഈസ് ദ ഡിസ്റ്റൻസ്. ഈ ഫിഗർ വരയ്ക്കണം, ഈ ഡെഫിനേഷൻ അവിടെ എഴുതണം കേട്ടോ. റോ ഈസ് ദ ഡിസ്റ്റൻസ് ഫ്രം പി ടു ദ ഒറിജിൻ. റോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പോയിന്റ് പിയിൽ നിന്ന് ഒറിജിനിലേക്കുള്ള ഈ ഡിസ്റ്റൻസ് കണ്ടോ കാണിച്ചിരിക്കുന്നു. ഈ ഡിസ്റ്റൻസിനെയാണ് റോ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഫൈ ഈസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഒ പി ആൻഡ് ദ പോസിറ്റീവ് സെഡ് ആക്സിസ്. പോസിറ്റീവ് സെഡ് ആക്സിസ് എന്ന് പറഞ്ഞാൽ മുകളിലേക്കാണ്. ഒ പി എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസ് ആണ്, റോ എന്ന് പറയുന്ന ഈ ഡിസ്റ്റൻസ്. ഇത് രണ്ടും കൂടി മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ കണ്ടതിൻ്റെ ഇൻ ബിറ്റ്വീനിൽ വരുന്ന ആംഗിളാണ് ഫൈ. ഓക്കെ, ആൻഡ് തീറ്റ ഈസ് ദ ആംഗിൾ ഫ്രം സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്. സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ തീറ്റ എന്തായിരുന്നോ അതാണ് ഇവിടത്തെയും തീറ്റ. എന്ന് വെച്ചാൽ സിലിണ്ട്രിക്കൽ കോർഡിനേറ്റിൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു വെർട്ടിക്കൽ പ്രൊജക്ഷൻ എടുത്തിട്ട് അതിൻ്റെ പൊളാർ കോർഡിനേറ്റ്സ് ആറും തീറ്റയും മാർക്ക് ചെയ്തിരുന്നു. ആ തീറ്റ തന്നെയാണ് ഇവിടെ പറയുന്ന തീറ്റ വരുന്നത്. ഓക്കെ, സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സിൽ പറയുന്ന സെയിം തീറ്റ തന്നെ. അപ്പോൾ ഇതാണ് സിലിണ്ട്രിക്കൽ കോർഡിനേറ്റ്സ്, നന്നായിട്ട് പഠിക്കാം. ഇനി the equation rho equal to a where a greater than 0 is a constant describes the surface of the sphere of radius a with the center at the origin. അപ്പോൾ rho equal to a എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ റോ എന്ന് പറയുന്ന ഡിസ്റ്റൻസ്, അതായത് ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ട് നോക്കിയാലും എ, ഇങ്ങോട്ട് നോക്കിയാലും എ, ഇങ്ങോട്ട് നോക്കിയാലും എ, ഇങ്ങനെ ഒറിജിനിൽ നിന്ന് എ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സും എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക? ഇവിടെ സിലിണ്ട്രിക്കൽ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒറിജിനിൽ നിന്ന് എ ഡിസ്റ്റൻസിലുള്ള എല്ലാ സ്പേസിലുള്ള പോയിന്റ്സും എടുക്കുക. എന്താ കിട്ടുക? ദിസ് ദ സർഫസ് ഓഫ് എ സ്ഫിയർ വിത്ത് റേഡിയസ് എ അല്ലേ? അപ്പോൾ അത് ഓർത്ത് വയ്ക്കുക. ഇനി ഫൈ ഈക്വൽ ടു എ. ഫൈ ഈക്വൽ ടു എ എന്ന് പറഞ്ഞാൽ ഈ എ ഡിസ്റ്റൻസിലുള്ള ഇവിടെ നിങ്ങളുടെ എ ഡിസ്റ്റൻസ്, ഇവിടെ നിങ്ങളുടെ എ ഡിസ്റ്റൻസ് എടുക്കുക. അതിൻ്റെ ഇടയിലുള്ള ഈ ആംഗിൾ, ഈ എ ഡിസ്റ്റൻസിലുള്ള ഈ ആംഗിൾ എടുത്തിട്ട്, സോറി എ ഡിസ്റ്റൻസിലല്ല, ഒരു
പർട്ടിക്കുലർ ആംഗിൾ ഫൈ എന്ന് പറഞ്ഞാൽ ഈ ഡിസ്റ്റൻസും ഇതും കൂടി മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ അല്ലേ, ഈ ഡിസ്റ്റൻസ് എടുത്തിട്ട് അതുമായിട്ട് ഈ മേക്ക് ചെയ്യുന്ന ആംഗിൾ എ ഡിഗ്രിയിലുള്ള ഒരു ആംഗിൾ എടുത്തിട്ടുണ്ടെങ്കിൽ, സപ്പോസ് എ ഈക്വൽ ടു π/2 എന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ ഈ π/2 ഇതിൽ ചെരിഞ്ഞ് നിൽക്കുന്ന എല്ലാ പോയിൻറ്സും വരും. π/2 ആംഗിളിൽ ചെരിഞ്ഞ് നിൽക്കുന്ന എല്ലാ പോയിൻറ്സും എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുന്ന എല്ലാ പോയിൻറ്സും π/2 ചെരിഞ്ഞ് നിൽക്കുന്നതാണ്. അപ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു കോണാണ് കിട്ടുന്നത് അല്ലേ. ദ ഇക്വേഷൻ φ = a describes a single cone with vertex at the origin and lies along the positive z axis and its angle a ആയിരിക്കും. a less than π/2 ആണെങ്കിൽ കോൺ φ = a ഓപ്പൺസ് upward, a greater than π/2 ആണെങ്കിൽ ഡൗൺവേർഡ് ഓപ്പൺ ചെയ്യുന്ന ടൈപ്പ് ആയിരിക്കും. If a equal to π/2 then the cone φ = a is a xy plane. കറക്റ്റ് ആംഗിൾ π/2 വരുമ്പോൾ ഇതിങ്ങനെ നേരെ വരും. അപ്പോൾ നമുക്ക് xy പ്ലെയിൻ ആണ് കിട്ടുക. ഇമാജിൻ ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ φ = a റെപ്രസെൻ്റ് ചെയ്യുന്നത് ഒരു കോണിനെയാണ്. ഇനി ദ ഇക്വേഷൻ θ = a ഡിഫൈൻസ് എ ഹാഫ് പ്ലെയിൻ. θ = a എന്ന് പറഞ്ഞാൽ നമുക്കിവിടെ xy പ്ലെയിനിൽ ആ പോളാർ കോർഡിനേറ്റിൻ്റെ ആംഗിൾ തീറ്റ ഫിക്സ് ചെയ്ത് വെച്ചേക്കാണ്. സേ θ = π/4 എന്ന് ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയെന്ന് വെച്ചോ. അപ്പോൾ റോ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ഇവിടെ നിങ്ങളുടെ എല്ലാ പോസിറ്റീവ് ആംഗിളുകളും വരുന്നുണ്ട്. ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 പോസിറ്റീവ് ഡിസ്റ്റൻസുകളും വരുന്നുണ്ട്. ആൻഡ് 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 5 ലെസ് ദാൻ ഓർ ഈക്വൽ ടു π. ഈ ആംഗിൾ അപ് ടു π വരെ വരുന്നുള്ളൂ എന്ന് വെച്ചോ. അപ്പോൾ നമുക്ക് അവിടെ ഒരു ഹാഫ് പ്ലെയിൻ അപ്പുറത്തേക്ക് വരില്ല, നെഗറ്റീവ് സൈഡിലേക്ക് പോവില്ല. കാരണം റോ എപ്പോഴും ഗ്രേറ്റർ ദാൻ 0, ആ ഡിസ്റ്റൻസ് നമ്മളെപ്പോഴും ഗ്രേറ്റർ ദാൻ 0 എന്നാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നെഗറ്റീവ് ഡിസ്റ്റൻസിൽ അപ്പുറത്തേക്ക് പോവില്ല, ഫുൾ പ്ലെയിൻ കിട്ടില്ല. ഒറിജിൻ മുതൽ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്ന ഒരു പ്ലെയിനാണ് നമുക്ക് ഹാഫ് പ്ലെയിൻ എന്ന് പറയും. അതിനെ ഹാഫ് പ്ലെയിൻ ആണ് നമുക്ക് കിട്ടുക θ = a എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നമ്മൾ പഠിച്ചു വയ്ക്കുക, എന്താണ് ഓരോന്നും എന്നുള്ളത്, ഓരോ ഫിഗറും എന്താണെന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്ത് വയ്ക്കുക. ഓക്കെ, അടുത്തതൊരു പ്രോബ്ലം ആണ്. ഡിസ്ക്രൈബ് ദ സെറ്റ് ഓഫ് പോയിൻറ്റ്സ് rho phi theta whose spherical coordinates satisfy the equation rho = 1 and phi = π/3. ഇതെന്താണെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റോ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. ഇപ്പോൾ നമ്മൾ റോ ഈക്വൽ ടു a എന്ന് പറഞ്ഞാൽ അതൊരു സ്ഫിയറിൻ്റെ സർഫസ് ആണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് റേഡിയസ് 1 വരണ ഒരു സ്ഫിയർ ആയിരിക്കും റോ ഈക്വൽ ടു 1 എന്നുള്ളത്. പിന്നെ φ = π/3 എന്ന് പറയുമ്പോൾ അതൊരു കോണായിരിക്കും അല്ലേ. π/3 ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു കോണായിരിക്കും. മുകളിലേക്ക് ലെസ് ദാൻ π ആയതുകൊണ്ട് അത് ലെസ് ദാൻ π/2 ആയതുകൊണ്ട് അത് മുകളിലേക്ക് ഓപ്പൺ ചെയ്യുന്ന ഒരു കോണായിരിക്കും അല്ലേ. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടിമുട്ടണ പോയിന്റ്, രണ്ടും കൂടെ ഒരുമിച്ച് സാറ്റിസ്ഫൈ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടും കൂടെ കൂട്ടിമുട്ടണ ഒരു പോയിന്റ് ആയിരിക്കും ഉദ്ദേശിച്ചിട്ടുണ്ടാവുക. അപ്പോൾ നോക്കി നോക്കാം. റോ = 1 is the equation of a sphere having radius 1 and theta phi = π/3 is the equation of a cone stands on the vertex at the origin and opens upward to make an angle π/3 radius with the positive z axis. The points that satisfy both equations make up a horizontal circle in which this cone intersects the sphere. അതായത് ഇത് ഈ കോൺ ഈ സ്ഫിയറിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ കുറച്ച് സർക്കിൾസ് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും അല്ലേ. കുറേ ഇങ്ങനത്തെ സർക്കിൾസിൻ്റെ ഇങ്ങനെ പീസായിട്ട് സർക്കിൾസാണ് നമുക്കവിടെ അതിൻ്റെ ഇൻ്റർസെക്ഷണൽ പോയിൻറ്റ്സ് ആയിട്ട് കിട്ടുക. അത് ജസ്റ്റ് എഴുതി വെച്ചാൽ മതി കേട്ടോ. ഫിഗർ ഒന്ന് വരച്ചിട്ട് ഇമാജിൻ ചെയ്ത് നോക്കിയിട്ട്. അടുത്തത് റിലേഷൻഷിപ്സ് ആണ്. റിലേഷൻ ബിറ്റ്വീൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സ് ആൻഡ് കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ് XYZ. റോ ഫൈ തീറ്റയും XYZ തമ്മിലുള്ള റിലേഷൻ പഠിച്ചു വെക്കണം, ബൈ ഹാർട്ട് ചെയ്ത് തന്നെ വെക്കണം, വേറെ നിവൃത്തിയൊന്നുമില്ല, ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് എക്സ് റോ സൈൻ ഫൈ കോസ് തീറ്റ, വൈ റോ സൈൻ ഫൈ സൈൻ തീറ്റ, സെഡ് റോ കോസ് ഫൈ. റോ കിട്ടാൻ √(x² + y² + z². കോസ് തീറ്റ ഇതാണ്, സൈൻ തീറ്റ ആൻഡ് കോസ് ഫൈ z/ρ ആണ് വരിക. ഇനി തിരിച്ച് സ്പെരിക്കലും സിലിണ്ടറിക്കലും തമ്മിലുള്ള റിലേഷൻ. സ്പെരിക്കലും സിലിണ്ടറിക്കലും തമ്മിലുള്ള റിലേഷൻ r = റോ സൈൻ ഫൈ, തീറ്റ തന്നെയാണ്, z = റോ കോസ് ഫൈ ആൻഡ് റോ = √(r² + z². ഇക്വേഷൻ ഈ റിലേഷൻഷിപ്പ് പഠിച്ചു വെച്ചാൽ മാത്രമാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റുള്ളൂ. കുറേ കോർഡിനേറ്റ്സ് വരുന്നതിനോണ്ട് ഓരോന്നും സെപ്പറേറ്റ് എഴുതി പഠിച്ചു വയ്ക്കാം. ഓക്കെ.